ഞാൻ ഡോക്ടർ നിമ്മി ജോസഫ്. ഞാനൊരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യനാണ്. കറൻ്റ്ലി വർക്കിംഗ് ഇൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചിൻ ആൻഡ് അപ്പോളോ അഡ്ലെക്സ് ഹോസ്പിറ്റൽ അങ്കമാലി വിത്ത് മോർ ദാൻ 15 years ഓഫ് എക്സ്പീരിയൻസ്. കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം. സാധാരണ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഒരു 3 വയസ്സ് അല്ലെ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഒ പിയിലൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ മേളിൽ കൂടെ ചാടുക, ടേബിളിൽ കൂടെ ചാടി ഇറങ്ങുക, എല്ലാ സാധനങ്ങളും എടുക്കുക, ഒട്ടും ഒരു അനുസരണയില്ലാതെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ്, പബ്ലിക് പ്ലേസസിലൊക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ബൈ നേച്ചർ ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇത്തിരി ആക്റ്റീവായിട്ടുള്ള, നമ്മൾ യൂഷ്വലി കുറുമ്പുള്ള കുഞ്ഞുങ്ങളാന്ന് പറയുന്ന കുഞ്ഞുങ്ങളാവാം. 2, ഉറക്കമില്ലാത്തത്, അത് പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്ത കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് സ്ക്രീൻ ടൈം ഉള്ള കുഞ്ഞുങ്ങൾ ഒക്കെ ആവാം. ആൻഡ് ദെൻ ADHD ക്യാൻ ബി എ റീസൺ. പക്ഷേ ADHD എന്നൊരു ഡയഗ്നോസിസ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6 yearsലാണ് ഇപ്പം. പക്ഷേ നമുക്ക് ഒരുപാട് കേസസ് വരുന്നത് കൊണ്ട് ഒരു 4 to 6 years നമ്മൾ അറ്റ്ലീസ്റ്റ് അറ്റ് റിസ്ക് ADHD, അതായത് ADHD ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടി എന്നുള്ള രീതിയിലൊക്കെ കാണും. പക്ഷേ പ്രോപ്പർ ഡയഗ്നോസിസ് ഈസ് യൂഷ്വലി ബൈ 6 years ആൻഡ് ദിസ് ചിൽഡ്രൻ ഷുഡ് ഈ സിംറ്റംസ് ഒരു അറ്റ്ലീസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 6 monthsലേക്ക് ഉണ്ടാവണം ഇൻ 2 different സെറ്റിങ്സ്. അതായത് വീട്ടിൽ ഹൈപ്പർ ആക്റ്റീവ്, സ്കൂളിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ADHD അല്ല. വീട്ടിലും സ്കൂളിലും അറ്റ്ലീസ്റ്റ് ഇൻ 2 settings കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒട്ടും അടങ്ങിയിരിക്കാതിരിക്കുക, വെയിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അഗ്രസീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ചാടി ആൻസേഴ്സ് പറയുക, അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഒരു ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് വി ലുക്ക് ഇൻ ടു. അത് പ്രൊഫഷണലി നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ടൂള് വെച്ചിട്ട് അസസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ADHD ആണെന്ന് പറയാൻ പറ്റൂ. ഇനി ADHD ഡയഗ്നോസ് ചെയ്താൽ, അല്ലെങ്കിൽ ADHD ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ചെയ്യുന്നത് ബിഹേവിയറൽ ഇൻ്റർവെൻഷൻസ് കൊടുക്കും. അതായത് ഇവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു വെയിറ്റിംഗ് ടൈം കൂട്ടാനുള്ള ആക്ടിവിറ്റീസ്, സിറ്റിംഗ് ടോളറൻസ് കൂട്ടാനുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ പ്ലേ ബേസ്ഡ് ബിഹേവിയറൽ ഇൻ്റർവെൻഷൻസ് വഴി ഇവർക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ പറ്റും. മോർ ദാൻ 6 years ആകുമ്പോൾ നമ്മൾ ബിഹേവിയറൽ തെറപ്പിയുടെ കൂടെ മെഡിക്കേഷൻ ഓപ്ഷൻസും നോക്കും. ഇത്തരം കൺസേൺസ് ഉള്ള പാരൻസിന് സ്ക്രീനിൽ കാണുന്ന എൻ്റെ ഡോക്ടർ ടോപ്പ് വെർച്വൽ ക്ലിനിക് ലിങ്ക് വഴി ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യാവുന്നതാണ്.